ഹലോ, നിയ ബ്രെഡ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഒരു 5 മണി 5:30 വരെയുള്ളൊരു ഡേ ആണ് കാണിക്കുന്നത് കേട്ടോ. അതേ കാലത്ത് തന്നെ എണീറ്റ് വന്ന് പാലെടുക്കലാണ് ആദ്യത്തെ പണി എന്ന് പറയുന്നത്. പിന്നെ സൺഡേ ആയതുകൊണ്ട് ഇത്തിരി ലേറ്റൊക്കെ ആയിട്ടാട്ടെ എണീറ്റത്. പാൽ ഒരു 6 മണിക്കൊക്കെ കൊണ്ടുവച്ചതാണ്. ഞാനൊരു 7:30 കഴിഞ്ഞിട്ടാട്ടോ എണീറ്റ് വന്നത്. അപ്പോൾ ഇന്ന് തന്നെ അടുക്കളയിലേക്ക് കയറണം. ഫുഡ് ഉണ്ടാക്കണമല്ലോ. ലേറ്റ് ആയതുകൊണ്ട് നല്ല രീതിയിൽ വിശപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കൽ പരിപാടി തോന്നിട്ടും ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ കേട്ടനൊക്കെ മാറ്റി വിൻഡൊക്കെ തുറന്നെടുത്തിട്ടു. അടുക്കളയിലത്തെ വിൻഡൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഞാനൊരു പോസിറ്റീവ് എനർജിയല്ലേ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കലാണ് കേട്ടോ. അടുത്തൊരു പണി തന്നെ. കാരണം ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് അതത് സ്ഥാനത്ത് എടുത്ത് വെച്ചിട്ട് വേണം നമ്മുടെ ഈ ഫുഡ് ഉണ്ടാക്കൽ പരിപാടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കേട്ടോ. വേഗം തന്നെ അതൊക്കെ എടുത്ത് വയ്ക്കട്ടെ. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തുടങ്ങാമല്ലേ. ഒരു ഡേ സ്റ്റാർട്ടിങ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നല്ലേ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതേ മെയിൻ കിച്ചണിലെ പാത്രങ്ങളൊക്കെ ഒരുവിധം എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ആ മാറ്റൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. കാരണം നല്ല രീതിയിൽ വെള്ളം അതിലുണ്ട് കേട്ടോ. നല്ലൊരു മാറ്റാട്ടോ. ആ ഒരു മാറ്റ് ഞാൻ ഹോം സെൻറ്ററിൽ നിന്ന് അങ്ങോട്ട് വാങ്ങിയതാണ്. എനിക്ക് ഇതെല്ലാം യൂസ്ഫുള്ളാണ്. പ്ലേറ്റിനും ഗ്ലാസ്സിനൊക്കെ വെള്ളം അതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നമ്മൾ പുറത്തേക്കൊന്നും ആ വെള്ളം പോവില്ല കേട്ടോ. അതിൽ തന്നെ തങ്ങി നിൽക്കും. പിന്നെ നമ്മൾ ഇടയ്ക്ക് പിഴിഞ്ഞ് കൊടുത്ത് അടുത്ത പാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വെള്ളമൊക്കെ വറ്റി എടുക്കാനായിട്ട് പറ്റും. പ്ലേറ്റിൻ്റെ വെള്ളമൊക്കെ ഡ്രൈ ആയിട്ട് കിട്ടും. ഇതേ വർക്കിംഗ് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. വർക്കിംഗ് കിച്ചണിലും ഉണ്ട് കേട്ടോ കുറച്ചധികം പാത്രങ്ങൾ. വലിയ കടായികളും കലം അങ്ങനത്തെ പാത്രങ്ങളൊക്കെ വർക്കിംഗ് കിച്ചണിലാണ് കഴുകി വെക്കുന്നത് കേട്ടോ. കാരണം പെട്ടെന്ന് കാണുമ്പോൾ മെയിൻ കിച്ചണല്ലേ കാണുക. അപ്പോൾ അവിടെ ഇങ്ങനെ കമത്തി വെച്ചൊരു വൃത്തികേടല്ല. അപ്പോൾ ഞാൻ വർക്കിംഗ് കിച്ചണിൽ വെച്ചിട്ടാണ് ഈ വലിയ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നത്. മെയിൻ കിച്ചണിൽ പ്ലേറ്റ്, ഗ്ലാസ്, ബൗള്, സ്പൂൺ അത് മാത്രമായിട്ട് ഞാൻ കഴുകാറുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും വർക്കിംഗ് കിച്ചണിൽ വെച്ച് ആണ് കഴുകി വെക്കുന്നത് കേട്ടോ. അപ്പോൾ അത് എനിക്ക് ഇത്തിരി സിമ്പിളാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് പെട്ടെന്ന് കഴുകാൻ പറ്റിയില്ലെങ്കിൽ വർക്കിംഗ് കിച്ചൺ ഇല്ലാത്ത സാധനങ്ങളോട് വെച്ചാൽ പെട്ടെന്ന് കാണില്ലല്ലോ. മെയിൻ കിച്ചണിൽ നമ്മൾ പുറത്ത് വന്നാൽ പെട്ടെന്ന് കാണും. കാരണം ഡൈനിങ് റൂമിൻ്റെ അവിടെ ഞങ്ങൾക്ക് ചെറിയൊരു വാതിൽ എന്നൊക്കെ പറയില്ലേ, ചെറിയൊരു ഹോളുണ്ട് കേട്ടോ. നമ്മൾ ഓപ്പൺ കിച്ചണായിട്ടല്ല ചെയ്ത് നോക്കുന്നത്, എന്നാലും ഓപ്പൺ കിച്ചണാണെന്ന് ഫീൽ ചെയ്യും. ആ ഒരു രീതിയിലാണ് ചെയ്തുകൊണ്ട് അത് എപ്പോഴും ക്ലീൻ ആയിരുന്ന ഒരു സമാധാനമല്ലേ. നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. ഞാനിന്ന് ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉപ്പുമാവിക്കുള്ള സാധനങ്ങളായും തന്നെ നമ്മൾ കട്ടിങ് ചെയ്യുന്നൊരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. അപ്പോഴാണ് ആലോചിച്ച് പാല് ഞാൻ എടുത്ത് വയ്ക്കാൻ മറന്നുപോയി. കാരണം പാല് കൊണ്ടുവന്ന് അപ്പോൾ തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. നമ്മൾ കുറച്ച് നേരമായി പുറത്ത് ഇരിക്കുന്നത്. ഇനിയും കൂടി ഇരുന്ന് ചിലപ്പോൾ പാല് കേടായിപ്പോവും. ഇവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ച് പെട്ടെന്ന് കേടാവുമല്ലോ. അപ്പോൾ വേഗം തന്നെ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് ആ പാത്രം ഒന്ന് കഴുകി വെച്ചതിന് ശേഷം നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നൊരു തന്നെയാണ്. ഒരു ചെറിയൊരു സവാളും, ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നെയ്യ് ഉണ്ടല്ലോ, അത് ഇത്തിരി കൂടുതൽ വയ്ക്കും കേട്ടോ. കാരണം നെയ്യുടെ ഫ്ലേവർ ഉപ്പുമാവിൽ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വരെ തിന്നും കേട്ടോ. പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്തിരി വെള്ളം കൂട്ടി നമ്മൾ എത്ര റവയാണെന്ന് അതിനേക്കാളും കുറച്ച് വെള്ളം ഇച്ചിരി കൂടി നിൽക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇളക്കി നമ്മുടെ റവേനെ നല്ല മാതിരി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇച്ചിരി സോഫ്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയി കഴിഞ്ഞാൽ ആർക്കും ഉപ്പുമാവ് ഇഷ്ടമല്ല കേട്ടോ. ഇവിടെ മെയിൻ ഉപ്പുമാവ് ആർക്കും ഇഷ്ടമല്ല. ഹസ്ബൻഡായാലും മോന് തീരെ ഇഷ്ടമല്ല കേട്ടോ. അവനത് കിട്ടിക്കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി ലൂസായിട്ട് ഉണ്ടാക്കുമ്പോൾ സിമ്പിളാണ്, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സവാളയും ക്യാരറ്റും എല്ലാം കട്ട് ചെയ്ത് ശേഷം നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അതിനായിട്ടൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് ഞാൻ കൂടുതൽ ഒഴിക്കും. ഒരു 2-3 സ്പൂണൊക്കെ ഒഴിക്കും കേട്ടോ. എന്നാൽ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോഴാട്ടോ ശരിക്കും ടേസ്റ്റ് വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടുതൽ വെളിച്ചെണ്ണയിലാണ് നമ്മൾ സവാളൊക്കെ വഴച്ചെടുക്കുന്നത്. പിന്നെ ഒരു 1.5 സ്പൂണ് നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകും വറ്റൽമുളകും ഒന്ന് പൊട്ടിച്ചെടുക്കും. അതിന് ശേഷം അതിലേക്ക് ഇഞ്ചി ഉണ്ടല്ലോ, കൊത്തിയരിഞ്ഞ ഇഞ്ചിയും പിന്നെ ഒരു നുള്ളു ഉഴുന്നും കൂടി ഇടും. ഇടയ്ക്ക് കടിക്കാൻ നല്ല ടേസ്റ്റില്ല. അപ്പോൾ ഇഞ്ചിയും സവാളയും പച്ചമുളക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കും. ആവശ്യത്തിന് ഉപ്പും കൂടി ഇടും. പെട്ടെന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണ് ഉപ്പും കൂടി ഇട്ടും. ഞാൻ ഉപ്പിടുമ്പോൾ തന്നെ ഉപ്പുമാവിലേക്കുള്ള ഉപ്പടക്കം ഇടും കേട്ടോ. അപ്പോൾ അതിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് ക്യാരറ്റ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് എന്താ പറയുക കുഴച്ച രീതിയിൽ, എന്താ സോഫ്റ്റായ രീതി എന്ന് അറിയില്ല, ആ ഒരു രീതിയിലാകുമ്പോൾ ആണ് ഞാൻ മഞ്ഞൾപ്പൊടിയും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഞാൻ അപ്പുറത്ത് ചായയും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ മോൻ അവിടെ എനിക്ക് വന്ന് പല്ലച്ചൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് വിശന്ന് തുടങ്ങി. അപ്പോൾ ഞാൻ വേഗം തന്നെ പണികളൊക്കെ കഴിക്കുകയാണ്. കാരണം കാലത്ത് നമ്മൾ സ്കൂളിൽ പോകുന്ന ദിവസം ഒരു 7 മണിയാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കും. 7 മണിയല്ല 7:30 ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും.
അപ്പോൾ ഇതിപ്പോൾ ലേറ്റ് ആയല്ലോ, അപ്പോൾ നല്ല രീതിയിൽ വിശക്കും. നോർമലി ഉള്ളതിനേക്കാളും ഡിഫറെൻ്റ് ആയിരിക്കും നമ്മൾ വീക്കെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവന് വിശന്ന് തുടങ്ങിയപ്പോൾ വേഗം തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ. കണ്ടോ, ഈ ഒരു രീതിയിൽ നമ്മൾ ഇളക്കി വെള്ളം വറ്റിച്ചെടുത്താൽ ഉപ്മാവ് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റ് ആവും കേട്ടോ. ഉപ്മാവും ചായയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. അപ്പോൾ ഈ മോനെ വിളിച്ച് കൊണ്ടുവന്ന് ഞാൻ തന്നെ വേഗം തന്നെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. എനിക്ക് ഇന്നത്തെ ഉപ്മാവ് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ നെയ്യ് ഇച്ചിരി കൂടുതൽ ഒഴിച്ചുകൊണ്ട് ആ നെയ്യുടെ ഫ്ലേവർ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ ഉപ്മാവാണോ എന്ന് വന്നിട്ട് ഒന്ന് പറയാം കേട്ടോ. വലിയ താല്പര്യമില്ല ഉപ്മാവ് കഴിക്കാനായിട്ട് ആൾക്ക്. പിന്നെ വേറെ രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ കഴിക്കുക, വിശന്ന് പിന്നെ കഴിക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ അവരെ താളത്തിൽ നിൽക്കാണ്ട് നമുക്ക് പറ്റുന്ന സാധനം ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വേറെ രക്ഷയില്ലെങ്കിൽ അവർ തന്നെ കഴിച്ചോളൂ കേട്ടോ. അതാണ് എൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇട്ടിട്ടാട്ടോ ഞാൻ അടുത്ത പണിക്ക് ഇറങ്ങുന്നത്. അപ്പം തന്നെ പണിയൊന്നുമില്ല. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഫോണൊക്കെ വിളിച്ച് അതിൻ്റെ ഇടയിൽ ഏട്ടൻ വിളിക്കും. പേട്ടനൊക്കെ വിളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മുറ്റടിക്കാനായിട്ട് വന്നത് കേട്ടോ. കാരണം മുറ്റത്തിൽ നല്ല രീതിയിൽ പ്ലാവിലുണ്ടാവും, കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഫ്രണ്ടിൽ പ്ലാവിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് കഴിഞ്ഞതിന് ശേഷം പാത്രമൊക്കെ കഴുകി വയ്ക്കാനായിട്ട് അടുക്കളയിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴിച്ച പാത്രങ്ങളൊക്കെ അങ്ങനെ ഇട്ടിട്ടാണ് പോകുന്നത്. പക്ഷെ ഞാൻ വർക്കിംഗ് ഡേയിലൊക്കെ അപ്പം തന്നെ കഴിക്കും കേട്ടോ. കാരണം വേഗം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സമാധാനമില്ല. പിന്നെ ഫുഡിൻ്റെ എല്ലാ പരിപാടിയും അപ്പം തന്നെ കാലത്തേ കഴിച്ചോറും കൂട്ടാനും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കാലത്ത് കഴിയുന്നതുകൊണ്ട് പിന്നെ കുറേ നേരം ആ പാത്രങ്ങൾ അവിടെ ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കും കേട്ടോ. ഈ എന്താ പറയുക, വീക്കെൻഡിലാണ് കുറച്ച് മടിയൊക്കെ പിടിച്ച് ഇരിക്കുന്നത്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. നമ്മുടെ മെയിൻ കിച്ചണിലത്തെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അടുത്തൊരു പണി എന്ന് പറഞ്ഞാൽ കിച്ചൺ ക്ലീൻ ചെയ്യലാണ് കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ അതുപോലെ ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ക്ലീൻ ചെയ്ത് കഴിക്കും കേട്ടോ. പിന്നേക്ക് ഞാൻ വെക്കുന്ന ഒരു പരിപാടിയില്ല. എനിക്ക് പിന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പണിയെടുക്കാൻ നല്ല മടിയാണ് കേട്ടോ. അപ്പോൾ തന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. പിന്നെ നമുക്ക് എപ്പോൾ വന്നാലും അടുക്കളയിൽ വന്ന് അടുത്ത് കുക്ക് ചെയ്യുമ്പോൾ വലിയ പ്രശ്നമില്ല. അടുത്ത് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഈ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് പിന്നെയും കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ടയേർഡാവും കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ടയേർഡായിപ്പോവും. ആ ഒരു ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യുമെങ്കിൽ നമുക്കെന്താ പറയുക, മടുപ്പ് എന്നുള്ള പറയില്ല, അതൊന്നും ഫീൽ ചെയ്യത്തില്ല. നമ്മൾ എൻജോയ് ചെയ്തിട്ട് തന്നെ നമ്മൾ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ വേഗം തന്നെ എല്ലാ കൗണ്ടിട്ടോ അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് മിക്സിയിൽ അത് നമ്മൾ എന്തെങ്കിലും കാലത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊടി ഉണ്ടാവും. നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ചെറിയ രീതിയിൽ പൊടിയൊക്കെ വരും. അപ്പോൾ അതൊക്കെ ആ മിക്സിയിൽ അത് ഓരോന്നും അരച്ച് കഴിഞ്ഞാലും അപ്പോൾ തന്നെ തുടയ്ക്കും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പൊടിയൊന്നും അധികം ഉണ്ടാവാറില്ല കേട്ടോ. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഡൈനിങ് ടേബിളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ആ ഡൈനിങ് ടേബിൾ ഫുള്ളായിട്ട് തുടയ്ക്കും കേട്ടോ. ഞാനും മോനും മാത്രമേ കഴിക്കുന്നുണ്ടെങ്കിലും എല്ലാ ഭാഗവും ഞാൻ തുടയ്ക്കും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചോറ് റൈസ് കുക്കറിൽ വെക്കണം. അപ്പോൾ അതിനുള്ള വെള്ളം അടപ്പത്ത് വെച്ചിട്ട് ബാക്കിയുള്ള പണികൾ ചെയ്യാമെന്ന് വെച്ച് വെള്ളം അടപ്പത്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ വാക്കിംഗ് കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ അവിടെ കുറച്ച് പാത്രങ്ങളും ഉണ്ടായിരുന്നു, അതൊന്ന് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ചോറ് റൈസ് കുക്കറിലൊക്കെ ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ വെള്ളമൊക്കെ തിളച്ച് കരിയൊക്കെ ഇടാമല്ലോ. നമ്മളിങ്ങനെ പിന്നേക്ക് വെക്കില്ല. ആ ഗ്യാപ്പിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടി ചെയ്യും. അപ്പോൾ വെള്ളമടുപ്പത്ത് കിടന്ന് വെന്തോളും, തിളച്ചോളും. അപ്പോഴേക്കും ഈ വർക്കിംഗ് കിച്ചനും കൂടി കഴിഞ്ഞാൽ ഉള്ള പണിങ്ങനെ സിമ്പിളാക്കാൻ പറ്റുമല്ലോ. അത് കഴിഞ്ഞിട്ട് ആക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെയും ലേറ്റായി പോട്ടോ. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്, നമുക്ക് അരി കഴുകി ക്ലീൻ ചെയ്തിട്ട് ഇടാം. അപ്പോൾ ഞാൻ എന്തായാലും വെക്കുമ്പോൾ തന്നെ ഉച്ചയ്ക്കത്തേക്കും വൈകുന്നേരത്തേക്കുള്ളതും വെക്കും. 2 നേരമായിട്ട് വെക്കാറില്ല കേട്ടോ. പിന്നെ കുറച്ച് ചോറല്ലേ വേണ്ടൂ. പിന്നെ ഏട്ടൻ്റെ അമ്മ വൈകിട്ട് വരും. അപ്പോൾ അമ്മയ്ക്കുള്ള ചോറും കൂടി എക്സ്ട്രാ വെക്കും. അപ്പോൾ അരിയൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റൈസ് കുക്കറിലേക്ക് ഇട്ട് വയ്ക്കാം കേട്ടോ. അങ്ങനെ ചോറിൻ്റെ പരിപാടി അവിടെ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടിച്ചു വാരിയിട്ട് വരാൻ വിചാരിച്ചിട്ടാണ്. പിന്നെ തുടയ്ക്കൽ ഞാൻ വീക്കെൻഡിൽ തുടയ്ക്കാറില്ല കേട്ടോ. ഇന്നലെ ഫ്രൈഡേ തുടച്ചായിരുന്നു. സാറ്റർഡേ സൺഡേ തുടയ്ക്കൽ കുറവാണ്. അത്രയ്ക്ക് മെസ്സായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ തുടയ്ക്കാറുള്ളൂ. ഇപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയാകെ നമുക്ക് ചവിട്ടുമ്പോൾ തന്നെ കാലുമ്മ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ സാറ്റർഡേയും സൺഡേയിലും ഏതെങ്കിലും ദിവസം തുടയ്ക്കാറുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ തുടയ്ക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ശനിയാഴ്ച തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സൺഡേ ഞാൻ തുടച്ചില്ല കേട്ടോ. ബാക്കും കൂടി അടിച്ചു കഴിഞ്ഞാൽ എല്ലാ അടിക്കലൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
ഇനി ഫുഡ് ഉണ്ടാക്കലാണ്, ഉച്ചക്കലത്തെ ഫുഡ് ഉണ്ടാക്കലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ നേരം ഫോണൊക്കെ നോക്കിയിരുന്ന് മോനെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട്, അരി ഇട്ടിട്ട് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുളിക്കണേക്കാൾ തൊട്ട് മുമ്പ് ഒന്ന് നോക്കിയാൽ മതിയല്ലോ, കുറേ നേരമൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് കഴിയും. അഞ്ചിൽ അതവിടെ ഇന്ന് കഴിഞ്ഞാലും ബാക്കി പണികൾ കഴിക്കാം. സിമ്പിളാട്ടോ ഈ റൈസ് കുക്കറിലത്തെ പരിപാടി. പിന്നെ മോന് ആപ്പിൾ ചെത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴേക്കും അവന് വിശന്ന് തുടങ്ങും. അത് സ്കൂളില്ലാത്ത സമയത്ത് പ്രത്യേക വിശപ്പ് കൂടുതലാണ്. അപ്പോൾ അത് ചെത്തി കഴിച്ചാൽ ആൾ ഓക്കെ ആവും. അപ്പോൾ അവനത് കഴിക്കാൻ കൊടുത്തതിന് ശേഷം മത്തങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇന്ന് മത്തനും പയറും എലിശ്ശേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തിക്കായിട്ട് ഓവർ വെള്ളമില്ലാത്ത രീതിയിലാട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ വൈകിട്ട് വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം വയ്ക്കാമല്ലോ. മത്തങ്ങ കുറച്ച് നേരം വെള്ളം ഒഴിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പയർ സോക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ ഇടയിൽ മറന്നായിരുന്നു കേട്ടോ. പിന്നെ നല്ല തിളച്ച വെള്ളത്തിൽ പയറിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ പയറിങ്ങനെ വീർത്ത് വരും കേട്ടോ. ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ ഓക്കെ. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയാട്ടോ ചെയ്യാറ്. അപ്പോൾ ഈ പയർ കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ കഴുകി വെച്ച മത്തനും കൂടി ഇട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി മതി, ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും കൂടി മേടിച്ച് കറിവേപ്പിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം അത് മുങ്ങി നിൽക്കാവുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഒരു 3 വിസിൽ അത്ര മതി. ഞാൻ ഇച്ചിരി മത്തനൊക്കെ ഉടച്ചെടുക്കും കേട്ടോ. മത്തൻ കടിക്കില്ല, അതെനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഉടച്ചെടുക്കും. അപ്പോൾ അത് വിസിൽ വരാനായിട്ട് വെക്കട്ടെ. അപ്പോൾ നോക്കിയപ്പോഴാണ് നാളികേരം ഒന്നുമില്ല. അപ്പോൾ വേഗം തന്നെ നാളികേരം പോയി പൊളിച്ചിട്ട് അതൊന്ന് ചെരുകിയെടുക്കണം കേട്ടോ. അപ്പോൾ നാളികേരം ചെരുകിയിട്ട് അതിലിട്ട് ഒരു 1/4 സ്പൂൺ ജീരകവും 2 പച്ചമുളകും കൂടി ഇട്ടു. കാരണം പച്ചമുളകിൻ്റെ ആ ഒരു ചൊടി എനിക്ക് നല്ല ഇഷ്ടം. ആ ഒരു ഇത്തിരി മുന്നിൽ നിന്ന് എനിക്ക് മത്തനും പയർ കഴിക്കാൻ നല്ല ഇഷ്ടം. വേഗം തന്നെ നാളികേരമൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ നാളികേരം അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് നെല്ലിക്ക് ഉപ്പിലിട്ട കാര്യം ഓർത്ത് കേട്ടോ. അപ്പോൾ അത് മോന് വേണമെന്ന് പറഞ്ഞ് കേട്ടോ അത് അവനിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് ഇച്ചിരി കൂടി ആവാനുണ്ടായിരുന്നു, അത് ശരിയായി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം അവിടെ കടിച്ചു മുറിച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ചോറ് ഞാൻ ഒരുവിധം വെന്തിട്ടുണ്ട്, ഞാൻ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ എന്താ പറയുക, വെള്ളം ഇല്ലാത്ത രീതിയിലാക്കി ടൈറ്റാക്കി എടുക്കില്ല കേട്ടോ. വെള്ളമുള്ള രീതിയിലാണ് ഞാൻ റൈസ് കുക്കറിൽ വേവിക്കുക. പിന്നെ അടുപ്പത്ത് വെച്ച് ഒന്നും കൂടി തിളപ്പിച്ചിട്ടാണ് ഞാൻ ഊറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ചോറ് വെന്തിട്ടുണ്ട്. കാരണം ചിലർ പറയുമ്പോൾ വെള്ളം കറക്റ്റ് ഒഴിച്ച് നല്ല ടൈറ്റാക്കി എടുക്കുക, അതിലൂടെ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ചോറ് ഊറ്റാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതേ നമ്മുടെ മത്തനും പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കാരണം നല്ല ഉടഞ്ഞിട്ട് നന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ അരപ്പ് കൂടി ഒഴിച്ച് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. കുറേ നേരം തിളപ്പിക്കില്ല, ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ ഓഫ് ചെയ്യും കേട്ടോ. അങ്ങനെ കുറച്ചധികം നേരം തിളച്ചാൽ നമ്മൾ ഈ നാളികേരം പിരിഞ്ഞു പോകും, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഉപ്പൊക്കെ നോക്കി നമ്മൾ അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കതൊന്ന് കാച്ചിടണം കേട്ടോ. അപ്പോൾ കാച്ചാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലിട്ട് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് വയ്ക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മത്തനും പയറും എലിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പണിയൊക്കെ ഒരു അവസാനിച്ചിട്ടോ. പിന്നെ ചിക്കനും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്യണം കേട്ടോ. ഇന്നലെ വെച്ച ചിക്കൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഞാൻ ചാറ് കൂട്ടാനായിട്ടാണ് ചിക്കൻ കറി ഇന്നലെ വെച്ചേട്ടോ. അപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ നിന്നപ്പോൾ അത് ടൈറ്റായി. അപ്പോൾ ഇത്തിരി എന്താ പറയുക, റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിറ്റേ ദിവസത്തേക്ക് ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് അതാട്ടോ കൂടുതലിഷ്ടം. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് ചിക്കനെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേഗം പോയി കുളിക്കണം. കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇടയിൽ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ കിച്ചനെല്ലാം ക്ലീനായി. സമയം 12 മണിയായിട്ടോ. പിന്നെ മോനെ കുളിപ്പിക്കണം, എനിക്ക് കുളിക്കണം. ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ 1 മണി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വിശപ്പായിട്ടുണ്ട് കേട്ടോ. വേഗം തന്നെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ അപ്പം തന്നെ അതിൽ നിന്ന് തന്നെ ഞാൻ വിളമ്പി വയ്ക്കും കേട്ടോ. കാരണം ഡൈനിങ് ടേബിളിലേക്ക് സെർവ് ചെയ്ത് കൊണ്ടുവയ്ക്കുന്നൊരു പരിപാടിയൊന്നുമില്ല. ഞാനും മോനും മാത്രമേ ഉള്ളൂ. ഏട്ടരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ അവിടെ തന്നെ വെച്ച് അച്ചാറുണ്ടായിരുന്നു, അച്ചാറും ചിക്കനും മത്തനും പയർ എലിശ്ശേരിയും ഒക്കെ ആ പ്ലേറ്റിൻ്റെ സൈഡിലൊക്കെ ഇട്ട് ഞാനും മോനും ഫുഡ് കഴിക്കുക കേട്ടോ. അങ്ങനെ പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞു കേട്ടോ. സമയം ഇപ്പോൾ 2:30 ആയിട്ടുണ്ട്. അപ്പോഴാണ് ഡ്രസ്സ് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സ്റ്റാൻഡിലേക്ക് എടുത്തിടണം. അപ്പോൾ സ്റ്റാൻഡിലേക്ക് എടുത്തിടാൻ നോക്കിയപ്പോഴാണ് അവിടെ കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലുണ്ടായതുകൊണ്ട് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കാര്യം ഞാൻ മറന്നു പോയിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് മുകളിലത്തെ ലിവിങ് റൂമിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ഈ ഡ്രസ്സൊക്കെ തോരിടാം. അത് കഴിഞ്ഞതിന് ശേഷം മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ അപ്പം തന്നെ ചെയ്ത് നമുക്കൊരു മുഷിപ്പല്ലേ. അപ്പോൾ അത് കുറച്ച് നേരം കിട്ടുകയും വിചാരിച്ചു. ഞാനും മോനും ഫ്രണ്ടിലെ ബാൽക്കണിയിൽ ഇരുന്നിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അവൻ അവിടെ കിടന്ന് കളിച്ച് നല്ല കാറ്റായിരുന്നു കേട്ടോ. അവിടെ കിടന്ന് ഉറങ്ങിയാൽ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ തോന്നുന്നുണ്ട്. അത്ര നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഡ്രസ്സും കൊണ്ട് താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മടക്കി വയ്ക്കലാണ് അടുത്തൊരു പണി എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ ബെഡിൽ കുറേ നേരം ബെഡിൽ ഇടുമ്പോൾ അപ്പം തന്നെ ഞാൻ മടക്കി വയ്ക്കും കേട്ടോ. മുകളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കാലത്തിട്ട് ചിലപ്പോൾ വൈകുന്നേരം മടക്കി വയ്ക്കുമ്പോൾ ബെഡിൽ നിന്ന് നമ്മൾ വൈകുന്നേരം കിടക്കാൻ വരുമ്പോൾ ബെഡിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യമില്ല. അപ്പോൾ ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് അപ്പം തന്നെ മടക്കി എടുത്ത് വയ്ക്കും കേട്ടോ. പിന്നെ വൈകുന്നേരം ബെഡിൻ്റെ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നാളത്തെയും കൂടി ആകുമ്പോൾ ലോഡ് കൂടണ്ടാന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ മടക്കും. പിന്നെയും വിചാരിക്കും വൈകുന്നേരം മൂടില്ലെങ്കിൽ അവിടെ കിടക്കട്ടെ എന്നൊക്കെ വിചാരിക്കും. വേഗം തന്നെ താഴോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ മടക്കി അത് സ്ഥാനത്തൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ചായ കുടിക്കാം. ചായ കുടിക്കുന്ന ടൈം ആയിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ 3:30 ആകുമ്പോഴേക്കും മോനെ സ്കൂൾ വിട്ട് വന്നതിൻ്റെ പിന്നാലെ ചായ കുടിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ കുടിച്ചേ ആ സമയത്ത് ലേറ്റായി നമുക്ക് തലവേദന എടുക്കും. അപ്പോൾ ഈ ചായ റെഡിയാക്കുകയാണ്. ചായ അല്ല കേട്ടോ, കാപ്പി ആയിട്ട് ഉണ്ടാക്കുന്നത്. കാലത്ത് നമ്മൾ ചായ കുടിക്കുന്നത്. അപ്പോൾ വൈകിട്ട് കാപ്പി ഉണ്ടാക്കും. മോനും ബൂസ്റ്റാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കാപ്പിയും ബൂസ്റ്റൊക്കെ ഇട്ട് ഞങ്ങൾ ലിവിങ് റൂമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം വലിയ കാര്യമായിട്ട് TV ഒന്നും വെച്ചിട്ടില്ല. കുറച്ച് നേരം മോൻ വെച്ച് അപ്പോൾ തന്നെ ഓഫ് ആക്കി ചെയ്തിട്ട്. അപ്പോൾ ചായയൊക്കെ കുടിക്കുന്നതിൻ്റെ ഇടയിലാണ് അനിയത്തിയും ഹസ്ബൻഡും വന്നത് കേട്ടോ. അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ ടൈമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് വേഗം തന്നെ ഞാൻ പോയി അവർക്കും കൂടെയുള്ള ചായ ഉണ്ടാക്കി. പിന്നെ അവർ ഡോണറ്റ്സും സ്നാക്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ തന്നെ വെച്ച് പൊട്ടിച്ച് പ്ലേറ്റിലൊന്നും ആക്കാൻ പോയില്ല. അവിടെ തന്നെ നിന്ന് ഞങ്ങൾ കഴിച്ചു. കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്ത് ഷട്ടിൽ കളിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. ഷട്ടിലിൻ്റെ കാര്യം ഞങ്ങൾ മറന്നു പോയായിരുന്നു. പിന്നെ ബോളൊക്കെ തട്ടി കളിച്ചപ്പോഴാണ് ഞാൻ നല്ല ഷട്ടിലുണ്ടെന്ന്. അപ്പോൾ ഇതിന് എല്ലാവരും ഹാപ്പി. ഞങ്ങൾ കുറേ നേരം ഒരു 5:15 വരെ ഷട്ടിലൊക്കെ കളിച്ചു. അങ്ങനെ അവർ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. ഒരു 5:30 വരെയുള്ള ഒരു ഡേ ആണ് കേട്ടോ. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ടൊരു സൺഡേ അവസാനിച്ചു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ.